മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മളിങ്ങനത്തെ ഇത്ര ബ്രൂട്ടലായിട്ടുള്ളൊരു ഫിലിം ഇല്ല. സോ ദിസ് ഇസ് എ വെരി ഡിഫറെൻറ്റ് ജോബ്. നല്ലപോലെ വയലൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ അത് കാണാൻ പറ്റാത്തവരാണെങ്കിൽ രണ്ടുപേര് പറഞ്ഞിട്ടാണ് കയറിയത്. അങ്ങനെ ഞാൻ ഇത്രയും ബ്രൂട്ടലാവുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് ഇത്രയും ഹാർഡ്നെസ് ഒന്നും പറ്റത്തില്ല. ഒരു രക്ഷയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ബ്ലഡഡ് മൂവി എൻ്റെ ലൈഫിലേ കണ്ടിട്ടില്ല. സൂപ്പർ. ഇതൊരു ബെഞ്ച് മാർക്കായിരിക്കും. ആഫ്റ്റർ ദി മാർക്കോ ഒരു ബെഞ്ച് മാർക്ക് സിനിമ തന്നെയായിരിക്കും ആക്ഷൻ സിനിമയിൽ. താങ്ക് യു. ഇവിടെ മാർക്കോടെ ആൾക്കാരുടെ അഭിപ്രായം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. കട്ട വീട്ടിൽ പടം ഇപ്പോൾ ഇടും തോന്നുന്നു. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ തന്നെ ആൾക്കാർ ഈ മാർക്കോ കണ്ടിട്ട് തലേ കൈവച്ച് ശരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഈ പടം കണ്ടിട്ടാണ് മുൻമുഖം ഇത്ര സെറ്റപ്പായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നിയത് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്കിനി ആൾക്കാരുടെ അഭിപ്രായങ്ങളിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് മാർക്കോ സിനിമ ഇപ്പോൾ വിടും. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗാണ്. ഇപ്പോൾ വിടും. അപ്പോൾ നമുക്കിനി അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. മാർക്കോ സിനിമ കൊള്ളാം, പക്ഷേ എനിക്ക് പറ്റിയ പടമല്ല. ഭയങ്കര ബ്രൂട്ടലും ഭയങ്കര ഇടിയും ബ്ലഡും അതൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറ്റിയൊരു ഫിലിം അല്ല. ബട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തതും അതിൻ്റെ ബീജിയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വാസ് സൂപ്പർ. പിന്നെ ആക്ഷൻസൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ ചില സ്ഥലത്ത് ഇങ്ങനെ എഡിറ്റിംഗ് ആണെന്ന് കാണിക്കുന്ന ചില പോർഷൻസ് ഉണ്ട്. ലൈക്ക് ഈ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയ പോർഷൻസിൽ ബാക്കിയൊക്കെ വാസ് ഗുഡ്. ബട്ട് ഇച്ചിരി ഹെവിയാണ് സാധനം. ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫാണ് ഇഷ്ടം? ഫസ്റ്റ് ഹാഫ്. ബിക്കോസ് ഫസ്റ്റ് ഹാഫിലാണ് കുറച്ച് കുറവുള്ളത്. ഉണ്ണിമുഖൻ്റെ ആക്ടിങ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ബിക്കോസ് ആളിങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ബിക്കോസ് ഞാൻ മിക്കായിൽ കണ്ടായിരുന്നു. മിക്കായിലിനകത്ത് ഇത്ര ഇല്ലായിരുന്നു. ബട്ട് ബിയോണ്ട് ആയിരുന്നു ആള്. നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആദ്യത്തെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കയറിയത്. എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേര് പറഞ്ഞിട്ടാണ് കയറിയത്. അങ്ങനെ ഞാൻ ഇത്രയും ബ്രൂട്ടലാവുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് ഇത്രയും ഹാർഡ്നെസ് ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നല്ല പടമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടമാണ്. ചേട്ടാ മാർക്കോ എങ്ങനെയുണ്ട്? നല്ല പടമാണ്. ഉണ്ണിമുഖത്തിന് എങ്ങനെയുണ്ട്? നല്ല സിനിമ. ഓവറോളോ പടം ഓക്കെ, നല്ല സൂപ്പറായിരുന്നു. അടിപൊളി പടം. നല്ലൊരു ഇംഗ്ലീഷ് ഫിലിം കാണുന്ന പോലെ ഉണ്ട്. ഓവറോൾ അടിപൊളി. മാർക്കോനെ കുറിച്ചൊന്ന് പറയാമോ? മാർക്കോനെ കുറിച്ചൊന്ന് പറയാമോ? സൂപ്പർ. ഒരു രക്ഷയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ബ്ലഡഡ് മൂവി എൻ്റെ ലൈഫിലേ കണ്ടിട്ടില്ല. സൂപ്പർ. ചേച്ചി മാർക്കോ എന്ന് പറയാം. മാർക്കോയുടെ റിവ്യൂ എന്ന് പറയാം. ചേട്ടാ മാർക്കോയുടെ റിവ്യൂ എന്ന് പറയാം. കിട്ടിലും പടമാണ്. സെറ്റ് പടമാണ്. ചേട്ടാ മാർക്കോനെ കുറിച്ച് രണ്ട് റിവ്യൂ എന്ന് പറയാം. സൂപ്പറായിട്ടുണ്ട് പടം. അടിപൊളിയായിട്ടുണ്ട്. മാർക്കോ പറ്റിയെന്ന് പറയാമോ? മലയാള സിനിമയിലൊരു ബെഞ്ച് മാർക്കായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ആക്ഷൻ മൂവി അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല. ഒരു എന്താ പറയുക, ജോൺ വിക്കിൻ്റെ റെഫറൻസ് സിനിമയ്ക്കകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊരു ബെഞ്ച് മാർക്കായിരിക്കും. ആഫ്റ്റർ ദി മാർക്കോ ഒരു ബെഞ്ച് മാർക്ക് സിനിമ തന്നെയായിരിക്കും ആക്ഷൻ സിനിമയിൽ. താങ്ക് യു. ചേട്ടാ മാർക്കോ എങ്ങനെയുണ്ട് സിനിമ? രസമുണ്ട്. ഉണ്ണിമുഖത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്. മ്യൂസിക് അടിപൊളിയാണല്ലോ. അത് നേരത്തെ ഇറങ്ങിയില്ലേ. മ്യൂസിക്കെല്ലാം അടിപൊളിയാണ്. ദൈവനോട് ചോദിക്കും കുറച്ചുകൂടി ഇഷ്ടം. പടം ഓവറോൾ എങ്ങനെയുണ്ട്? ഓവറോൾ കൊള്ളാം. നല്ല വയലൻസ് ഉണ്ട്. പിന്നെ കാറിനകത്തുള്ള എൻട്രിയും ഉണ്ണിമുഖത്തിൻ്റെ ബീജിയും എല്ലാം കൊള്ളാം. മാർക്കോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. മാർക്കോ എങ്ങനെയുണ്ടായിരുന്നു?
സൂപ്പറായിരുന്നു. നല്ല ആക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിമുകുന്ദൻ്റെ വലിയൊരു എഫേർട്ട് അയാൾ കാണിച്ചിട്ടുള്ള പോലെ എനിക്ക് തോന്നി. ഇപ്പം ഫൈറ്റ് ആയാലും എല്ലാ സിനിമാറ്റോഗ്രാഫിയും നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഒരു സീനുണ്ട്, ഒരു ഉണ്ണിമുകുന്ദൻ്റെ ഫൈറ്റിൻ്റെ ഒരു സീനുണ്ട് സ്റ്റെപ്പിൽ വെച്ചിട്ടുള്ള, അതൊക്കെ നല്ലപോലെ ഷോട്ട്സ് എടുത്തേക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ബ്രൂട്ടൽ സീൻസ് ഉണ്ട്, പക്ഷെ എല്ലാവരും പറഞ്ഞാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയും ബ്രൂട്ടലൊന്നും അല്ലായിരുന്നു. പക്ഷെ നല്ലപോലെ വയലൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ അത് കാണാൻ പറ്റാത്തവരാണെങ്കിൽ വരാൻ അവർക്ക് പറ്റില്ലായിരിക്കും. അല്ലാതെ നല്ലപോലെ എടുത്തേക്കുന്ന ഒരു മൂവിയാണ്. താങ്ക് യു. സെയിം ആയിരുന്നു. ഉണ്ണിമുകുന്ദൻ വളരെ നൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വളരെ ഡിഫറെൻറ്റ് മൂവിയാണ്. ലൈക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മളിങ്ങനത്തെ ഇത്ര ബ്രൂട്ടലായിട്ടുള്ളൊരു ഫിലിം ഇല്ല. സോ ദിസ് ഇസ് എ വെരി ഡിഫറെൻറ്റ് ജോൺറ. ആൻഡ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും പോയി വാച്ച് ചെയ്യുക. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്.